ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് നമ്മൾ വൻതേനീച്ചക്കൂട്ടിൽ സൂപ്പർ വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു മേളറ വെച്ചതിന് ശേഷം അടുത്ത മേളറ വെക്കുമ്പോൾ അതിൻ്റെ അറയും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ അറ തട്ട് നോക്കുന്നതാണ്. അറയെന്ന് പറയുമ്പോൾ അവർ ഒരു കൂട് രണ്ടായി പിരിഞ്ഞു പോകാണ്ട് ഇതിന് പുതിയ റാണി സെല്ല് കെട്ടുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഈ കൂടിയിൽ നിന്ന് ഒരു സെറ്റ് പാതിയായിട്ട് നമുക്ക് നഷ്ടമാവും. പാതി ഈച്ചയും ഇതിലെ റാണിയും ഈ കൂട് വിട്ടു പോകും. ഇതാണ് ഇതിൻ്റെ അവർ കെട്ടി വരുന്ന റാണി സെല്ല്. ഇതിപ്പോഴേ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട് നമുക്ക് നഷ്ടമാവാതെ ഇരിക്കും. അതും നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം സൈഡും നോക്കേണ്ടതാണ്. എവിടെയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. സെൻറ്ററിലും കെട്ടി വെച്ചിരിക്കും, രണ്ട് സൈഡിലും. നമ്മളെ മോലാളി കാണിച്ചുകൊണ്ട് ഇത് കണ്ടു, അല്ലെങ്കിൽ ഈ കൂടെ അടുത്ത ആഴ്ച ഇത് നമുക്ക് നഷ്ടമായിരുന്നു. ഇതുപോലെ അറതട്ട് നോക്കുന്ന കൂടുകളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസ് മെഴുകെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അതിലും അവർ കെട്ടി വെച്ചിരിക്കും. ഇതിൽ അറ തട്ട് നോക്കി കഴിഞ്ഞു. ഇനി പഴയതുപോലെ ഫ്രെയിമെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ഇതിൻ്റെ വെള്ളത്തട്ടിനെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. സൂപ്പർ, പഴയതുപോലെ തിരിച്ചു വയ്ക്കുക. ഇതിനപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ബോക്സ് കൂടി വെച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അവർ നല്ല സൂപ്പറായിട്ട് തട്ടുകളൊക്കെ കെട്ടി വരികയാണ്. അവരിപ്പോഴേ കുറേശ്ശെ തേനൊക്കെ കൊണ്ട് ശേഖരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് എടുക്കേണ്ട ടൈം ആയിട്ടില്ല. ഇതിൽ നമ്മൾ നോക്കേണ്ടത് റാണി മേളിൽ കയറി മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അങ്ങനെ റാണി മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ആ തട്ട് കുടഞ്ഞെടുത്ത്
വെള്ളം അടിച്ച് മുട്ടയെ നശിപ്പിച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൽ റാണി മുട്ട അടിച്ചിട്ടുണ്ട്. ഈ ഹോളിനകത്ത് കാണുന്നതാണ് റാണി അടിച്ചിരിക്കുന്ന മുട്ട. ഇത് നമ്മൾ വെള്ളം അടിച്ച് നശിപ്പിച്ച് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഈ തട്ടിലും അതുപോലെ തന്നെയാണ് റാണി മുട്ട അടിച്ചിട്ടുണ്ട്. നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുന്ന തട്ട് മൊത്തം അവർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. മോലാളിയുടെ കത്തിക്ക് ഭയങ്കര മൂർച്ചയായതുകൊണ്ട് കത്തി ശോകമായിപ്പോയി. കത്തിക്ക് നല്ല മൂർച്ചയായതുകൊണ്ട് ബാർ എളുപ്പം ഒന്ന് കട്ടാകുന്നു. ഞാൻ പറ്റുന്നത് ക്ലീനാക്കി കൊടുക്കുക, ബാക്കി ഈച്ച ഫ്രൈ കൊണ്ട് കളയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു സൂപ്പർ കൂടി നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കും. കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതുപോലെ ആ തട്ടിലെ വെള്ളം അടിച്ച് ആ കുഞ്ഞ് പുഴുക്കളെയൊക്കെ നമ്മൾ നശിപ്പിക്കുകയാണ്. റാണി ഇട്ടിരിക്കുന്ന മുട്ടയെല്ലാം നമ്മളിങ്ങനെ അടിച്ച് കളഞ്ഞ് വെച്ചില്ലെങ്കിൽ അവർക്കടുത്ത് തേന് കൊണ്ടുവയ്ക്കാൻ അവിടെ സ്ഥലം കാണില്ല. റാണി എപ്പോഴും അടിയിൽ മാത്രമാണ് മുട്ടയിടേണ്ടത്. റാണിയെ മേളിൽ കയറി മുട്ടയിടാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഇനി അതുപോലെ അതിനെക്കൊണ്ട് തിരിച്ച് അതിലിട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ ഒരു 4 തട്ടുള്ള കൂട്ടിലാണെങ്കിൽ അല്പം ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. അതനുസരിച്ച് അവർ ഈ തട്ടിനെ വലുതാക്കും. എന്നിട്ട് ഇതുപോലെ ഒരെണ്ണം ഒരു തട്ടും സെറ്റ് ചെയ്ത് മേളിൽ ഒന്നുകൂടി വെച്ച് കൊടുക്കാം. അതിന് ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പിൽ അതിനുള്ള ഈച്ചയായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അടപ്പിൽ ഉദ്ദേശം ഇത്ര ഈച്ചെങ്കിലും ആയതിനു ശേഷം മാത്രമേ ഒരു സൂപ്പർ പൊടി വെച്ച് കൊടുക്കാവൂ. ഇതിൽ കൂടുതൽ ഈച്ച ആയാലും കുഴപ്പമില്ല, റാണി സെല്ല് കൂടുതലായിരിക്കും. ഒരു സൂപ്പർ പൊടി വെച്ച് കൊടുക്കുന്നതിലൂടെ നമുക്ക് റാണി സെല്ല് മാക്സിമം ഒഴിവാക്കാം. ഇപ്പോൾ തേനുള്ളതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നില്ല. നമ്മൾ പഞ്ചസാര കൊടുപ്പ് നിർത്തിയിട്ടുണ്ട്.